എൻ്റെ കൈവശമുള്ളത് 100 ഈ 100 കൊണ്ടെങ്ങനെ സമ്പന്നനാവാം എന്നതാണ് ഇന്നത്തെ വിഷയം. നമ്മളെല്ലാവരും കഠിനമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി ജോലി ചെയ്ത് ധാരാളമായി സമ്പാദിക്കുന്നവരാണ്. എന്നിട്ടും എന്തേ നമ്മളൊക്കെ ദരിദ്രരായി അല്ലെങ്കിൽ മിച്ചം വെക്കാൻ ഒന്നുമില്ലാത്തവരായി, ബാലൻസ് ഇല്ലാത്തവരായി ജീവിക്കുന്നു എന്നതിൻ്റെ കാരണമാണ് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത്. പലപ്പോഴും ഇതിന് കാരണമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് നമുക്കൊരു സാമ്പത്തിക അച്ചടക്കം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി, സാമ്പത്തിക സാക്ഷരത നമുക്കില്ല എന്നതാണ്. നമ്മുടെ സാമ്പത്തിക ഈ പരാധീനക്ക് പരിഹാരമായി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനിംഗ് ആണ് ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലൂടെ നമുക്ക് നല്ലൊരു സാമ്പത്തിക സാക്ഷരതയും ഒപ്പം നമുക്ക് നല്ലൊരു സേവിങ്സും ഉണ്ടാവുന്ന രീതിയിലുള്ള ചെറിയ, എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ. നമ്മളുടെ പ്ലാൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്കൊരു 100 രൂപ കിട്ടുകയാണെങ്കിൽ അതിലെ 2.5%, അതായത് 2.5, 2.5 രൂപ നമ്മൾ ഒരു അവകാശിയായ പാവപ്പെട്ടവന്, സഹായം ആവശ്യമുള്ള ഒരാൾക്ക് ചാരിറ്റി ആയിട്ട് നൽകുക. ഒരു 2.5% നമ്മുടെ പിതാവിന് നൽകുക. ഒരു 2.5% നമ്മുടെ മാതാവിന് നൽകുക. ഒരു 2.5% നമ്മുടെ സഹധർമ്മിണിക്ക്, ജീവിത പങ്കാളിക്ക് നൽകുക. ബാക്കി 90%, അതായത് 90 രൂപയുണ്ടാവും. നമ്മളെ ഈ 100നെ നമ്മൾ എന്താവണം, നമ്മുടെ സാലറിയെ, നമ്മുടെ വരുമാനത്തെ, നമ്മുടെ ഇൻകത്തെ 100% കണക്കൂട്ടി ഈ ഒരു 2.5% ചാരിറ്റി, 2% പിതാവിന്, 2% മാതാവിന്, 2% നമ്മുടെ ജീവിത പങ്കാളിക്ക്, ബാക്കിയുള്ള ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നൽകുക. ബാക്കിയുള്ള 90%-ൽ 30% നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള 60% ആയിരിക്കണം നമ്മളുടെ ആ മാസത്തെ ദൈനംദിന ചെലവിലേക്ക് ചിലവഴിക്കേണ്ടത്. ദൈനംദിന ചെലവുകളിലേക്ക് ചിലവഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സാമ്പത്തിക ലാഭം, നമുക്ക് ചിലപ്പോൾ തുടക്കത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാമ്പത്തിക അച്ചടക്കം കഴിയുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയും അതിലൂടെ നമുക്ക് നമ്മുടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനും സാധിക്കും. ഈ 30% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിലൊരു ലക്ഷ്യം കാണണം. ഒരു 2 വർഷം കഴിഞ്ഞിട്ടോ, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ടോ, 5 വർഷം കഴിഞ്ഞിട്ടോ, 10 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്വപ്ന പദ്ധതി, നല്ലൊരു കാറ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസം, നല്ലൊരു വീടുണ്ടാവുക. ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് 30% നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എന്തുണ്ടാവും, നല്ലൊരു ഡെപ്പോസിറ്റും, നമ്മൾ പണക്കാരനാണ്, നമ്മൾ സമ്പന്നനാണ് എന്നൊരു ആത്മാഭിമാനം, ആത്മബോധം നമുക്കുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരമൊക്കെ പ്രസരിപ്പിക്കും, നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ മക്കളിലേക്കും ഒക്കെ പ്രസരിച്ച് നമുക്ക് സമ്പന്നനായിട്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നമ്മുടെ ബാക്കിയുള്ള 60%-ൽ ഒരു 2% ഒരു ദിവസം ചിലവഴിക്കുക. ബാക്കി അങ്ങനെ 30 ദിവസം, ഒരു മാസത്തെ 30 ദിവസം 2% ആ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ പോവുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഡെപ്പോസിറ്റ് അവിടെ ഉണ്ടാകും. ഒപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക്, മാതാവിന് കൊടുത്തു, പിതാവിന് കൊടുത്തു, നമ്മൾ ചാരിറ്റി കൊടുത്തു. അപ്പോൾ മാതാവിനെ സന്തോഷിപ്പിക്കാം, പിതാവിനെ സന്തോഷിപ്പിക്കാം, നമ്മുടെ ജീവിത പങ്കാളിയെ സന്തോഷിപ്പിക്കാം, അതിലൊപ്പം നമ്മുടെ പടച്ച തമ്പുരാനെയും സംരക്ഷിക്കാം. നമ്മുടെ ജീവിതവും സന്തോഷപൂർണ്ണമാവും. അപ്പോൾ ഈ ഒരു പ്ലാനിങ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരു ഐശ്വര്യവും സമാധാനവും സമ്പന്നതയും കൈവരും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്ലാനിലൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.